അവരെന്താ ചെയ്തത്? അവരൊക്കെ ചെയ്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമത്ത് തൗഹീദിനെ പരിചയപ്പെടുത്തി എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. എല്ലാം അടങ്ങിയ ഒരു വചനമാണ് കലിമത്തുല്ലാഹി അൽ ഉൽയ എന്ന് പറയുന്ന ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആ കലിമത്ത് വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല, അവന് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നതാണ് അവരുടെ സബ്ജക്ട്. ആരാധന എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടല്ലോ, നമ്മുടെ ജീവിതം മുഴുവനാണ്. നമ്മുടെ ജീവിതം മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നിനെയും ഇൻസിനെയും നാം പടച്ചിട്ടില്ല, അവർ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കാൻ വേണ്ടിയല്ലാതെ, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ പടച്ചിട്ടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അതാണ് നമ്മുടെ വഴി. അതെങ്ങനെയാ? ഒരു മനുഷ്യന് ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ ഇബാദത്താ. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഇബാദത്താക്കാൻ കഴിയും. നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്, പല തരം ജോലികൾ ചെയ്യുന്നുണ്ട്. എന്തിനാണത്? ഹലാലായ ഭക്ഷണം നമ്മളെ കുട്ടികൾക്കും നമുക്കും ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഹലാല് ഭക്ഷിപ്പിക്കാൻ വേണ്ടി പണിയെടുത്ത് കൂലിയെടുക്കുകയാണ്. തലയിൽ ചുമട് ചുമന്നിട്ട് കൈക്കോട്ട് കൊത്തിയിട്ട് ടാപ്പിംഗ് ചെയ്തിട്ട് മരം മുറിച്ചിട്ട് അങ്ങനെ ഒരുപാട് കന്ന് കൂട്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് പണികൾ. ആ പണികളൊക്കെ ഇബാദത്താണ്. എന്താ ഉദ്ദേശം? രാത്രി കക്കാൻ പോയാൽ പൈസ കിട്ടും, പലിശക്ക് കൊടുത്താൽ പൈസ കിട്ടും. അങ്ങനെ അള്ളാഹു നിരോധിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ വൈക്കൊന്നുമല്ലാതെ അള്ളാഹു അനുവദിച്ച ഹലാലായ മാർഗത്തിൽ കൂടെ ഞാനും എന്റെ കുടുംബവും ജീവിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് നീ എന്ത് പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും ആ പ്രവൃത്തിയൊക്കെ ഇബാദത്താണ്. നമ്മൾ ഉറങ്ങുന്നത് ഇബാദത്താണ്, ഉണരുന്നത് ഇബാദത്താണ്, മലമൂത്ര വിസർജന ഇബാദത്താണ്, ഒക്കെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിൽ ഇബാദത്താണ്. അങ്ങനെ നോക്കിയാൽ മുഅ്മിനിന്റെ എല്ലാ കാര്യവും ഇബാദത്ത് തന്നെയാണ്. അടിസ്ഥാനപരമായിട്ട് വിശ്വാസം, മനസ്സിലെ വിശ്വാസം അതായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടൊരു വിശ്വാസത്തിൽ കൂടെ. അതാണ് ഇസ്ലാമിന്റെ അടിത്തറ. ആ ഇസ്ലാമിന്റെ പ്രചരണം അതിന് വേണ്ടിയിട്ട് അള്ളാഹു തആല നിയോഗിച്ച അമ്പിയാക്കന്മാർ ആദം നബി മുതൽ തന്നെ, ആദ്യ മനുഷ്യൻ മുതൽ തന്നെ അമ്പിയാക്കന്മാർ തുടങ്ങി. ഖാത്തിമുൻ നബിയ്യീൻ, അമ്പിയാക്കന്മാരെ പരമ്പര അവസാനിച്ചു. ഇത്ര കൊല്ലായി? 1500 വർഷം കഴിഞ്ഞു. 1500 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ അമ്പിയാക്കന്മാരില്ല. അള്ളാഹു തെരഞ്ഞെടുത്ത് നിയോഗിക്കുന്ന ആ സമ്പ്രദായത്തിന് അവസാനം ഉണ്ടായത് ഖാത്തിമുൻ നബിയ്യീൻ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതോടെ കഴിഞ്ഞില്ലേ? പിന്നെ എന്താണ്? പിന്നെ ദീൻ ഇവിടെ നിന്നില്ലേ? 1500 കൊല്ലമായിട്ടും ആ ദീൻ അവസാനിച്ചിട്ടില്ല. ഇനിയും ഖിയാമത്ത് നാൾ വരെ ദീൻ നിലനിൽക്കണം. അതിനെന്താ മാർഗം? അങ്ങനെ അരക്ഷിതമായിട്ട് അതിനെ വിട്ടതാണോ? അല്ല. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. ഈ അമ്പിയാക്കന്മാരുടെ പണി ചെയ്യാൻ അല്ലാഹു തആല നിയോഗിച്ചത് ഉലമാക്കളെയാണ്. ഉലമാ ഉമ്മത്തിക അംബിയായി ബനി ഇസ്രായീൽ. ബനി ഇസ്രായേലിൽ ഒരുപാട് അമ്പിയാക്കന്മാർ അല്ലാഹു നേരിട്ട് നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സമുദായത്തിലുള്ള ഉലമാക്കന്മാരും ആ കാര്യം നിർവഹിക്കുന്നു എന്നുള്ളതാണ് അവരുടെ കർത്തവ്യം. അതാണ് ആ നിലക്ക് ഉലമാക്കന്മാർ അല്ലാഹു തആല പ്രവാചകന്മാരുടെ അനന്തരമെടുത്തുകൊണ്ട് അവരുടെ പ്രവൃത്തികൾ നടത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. ഇതൊക്കെ വളരെ വ്യക്തല്ലേ? ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ സാധാരണയല്ലല്ലോ. അള്ളാഹു ആദരിച്ചിട്ടുണ്ട്. ഖുർആനിൽ തന്നെ ഒരുപാട് അങ്ങനെയല്ലേ? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ലേ ഉലമാക്കളുടെ സ്ഥാനം? ഉലമാക്കൾ ഈ ദീൻ കൈകാര്യം ചെയ്യുന്നത് അവരാണ്. അതിനാരും അസൂയപ്പെട്ട കാര്യമല്ല. പഠിക്കണം, ദീൻ പഠിക്കണം. ദീൻ പഠിക്കുകയും ആ അഖീദ ഉൾക്കൊള്ളുകയും ആ വിശ്വാസം ഉൾക്കൊള്ളുകയും ആ പാതയിൽ കൂടെ സഞ്ചരിക്കുകയും നമ്മളോട് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. അമ്പിയാക്കന്മാർ ചെയ്ത അതാണ്. അമ്പിയാക്കന്മാർ ചെയ്ത അതേ പണി തന്നെ ചെയ്യേണ്ടത് ഉലമാക്കളാണ്. വറസത്തുൽ അംബിയ എന്ന് അവർ പറഞ്ഞത് അമ്പിയാക്കന്മാരുടെ അനന്തരഗാമികൾ, അവരുടെ സ്വത്തെടുക്കുന്നവരെന്നർത്ഥം. ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിന്റെ സ്വത്തക്കാർക്ക്, അനന്തരാംശങ്ങൾക്ക്, മക്കൾക്ക്, അതുപോലെയുള്ള ബന്ധപ്പെട്ട ആൾക്കാർക്കാണ് എന്നതുപോലെ അമ്പിയാക്കന്മാർ എന്താണ് അവിടെ ഉപേക്ഷിച്ചു പോയത് അത് അനന്തരമെടുത്തവരാണ് അവർ. അമ്പിയാക്കന്മാരിന്റെ ദീനാറും വലാ ദിർഹമൻ വലാകിൻ വറസുൽ ഇൽമ എന്നാണ്.
അമ്പിയാക്കന്മാർ ഇവിടെ പൊന്നും പൈസയും പറമ്പും സ്വത്തും എല്ലാം ഉപയോഗിച്ചിട്ട് പോയത് ഇല്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്ന സമയത്ത് നബിയുടെ പടയങ്കി ധരിക്കുന്ന വസ്ത്രം എന്നാ പറയാ, യുദ്ധ സമയത്തൊക്കെ ധരിക്കുന്ന അങ്കി, അതൊരു യഹൂദിയുടെ അടുക്കൽ റൊട്ടി ചുടാനുള്ള ഗോതമ്പ് കടം വാങ്ങിയപ്പോൾ പണയം വെച്ചതായിരുന്നു. ആ നിലക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. ഒന്നുമില്ല, വീട്ടിലൊന്നുമില്ല, മക്കൾക്ക് എടുക്കാൻ ഒന്നുമില്ല. അത് തന്നെ ഈ കുട്ടികൾ എന്താക്കണം,